കോമ്പറ്റേറ്റീവ് മാസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന പോർഷനാണ്. കെമിക്കൽ ബോണ്ടിങ് കെമിസ്ട്രിയിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ടോപ്പിക്കുകളിൽ ഒന്നാണ്. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ആ ടോപ്പിക്കുകളെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യമായിട്ട് കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് ഒക്ടറ്റ് റൂൾ എന്താണെന്ന്. ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലാണ് ആ എലമെൻറ്റ് സ്റ്റേബിൾ ആണെന്ന് പറയുക. ആ എലമെൻറ്റ് വേറൊരു റിയാക്ഷൻ ഒന്നും പോകാതെ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യണം. അങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്ന എലമെൻസിനെ മാത്രമാണ് നമ്മളൊരു സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ ഗ്രൂപ്പായ ഇനേർട്ട് ഗ്യാസിൻ്റെ ഗ്രൂപ്പ് സ്റ്റേബിൾ എലമെൻറ്റ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് അതിൻ്റെ അവസാനത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെ 8 കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഇലക്ട്രോൺസും ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ് അത് വേറൊരു എലമെൻസുമായിട്ട് റിയാക്ഷന് പോവാതെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും സ്റ്റേബിളായ എലമെൻറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒക്ടറ്റ് റൂൾ എന്ന്. ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് കോൾഡ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 8 ഇലക്ട്രോൺ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വേണം എന്ന് പറയുന്ന റൂളാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഏത് എലമെൻറ്റിൻ്റെ എടുത്താലും ആ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ എലമെൻറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് പെയറിങ്ങിനോ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്ത് ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എലമെൻറ്റ് ശ്രമിക്കും. അങ്ങനെ 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വേണം എന്ന് പറയുന്ന റൂളിന് പറയുന്ന പേരാണ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നോടെ ഇത് പറയാം, അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിന് പറയുന്ന പേരാണ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. ആ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനുള്ള റൂളിന് പറയുന്ന പേരാണ് ഒക്ടറ്റ് റൂൾ. 2-3 എലമെന്റ്സിനെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിയോൺ ഞാൻ പറഞ്ഞു ഒരു ഇനേർട്ട് ഗ്യാസ് സ്റ്റേബിൾ ആണെന്ന്. നിയോൺ 10 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പറിലുള്ള നിയോണിനെ നമുക്ക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും 1s2 2s2 2p6 എന്നുള്ള കിട്ടും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 8. ഈ 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ എലമെന്റ് സ്റ്റേബിൾ ആണെന്ന് പറയാം. ഈ എലമെന്റ് സ്റ്റേബിൾ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ഇത് നിയോൺ ആണ്, ഇനേർട്ട് ഗ്യാസിൽ പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ എലമെന്റ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പരിശോധിച്ചാൽ അത് 8 ഇലക്ട്രോൺ ആണ്. ഇനി നമുക്ക് വേറെ 2 എലമെന്റ്സിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മഗ്നീഷ്യം 12 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യം 12 എന്ന് പറയുന്നത് നമുക്ക് ഷെല്ലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 282 എന്നതിലേക്ക് കിട്ടും. ഇങ്ങനെ 2 8 2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഇതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 8 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണ് മഗ്നീഷ്യം എപ്പോഴും റെഡി ആവുള്ളൂ. ഒന്നെങ്കിൽ അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ വിട്ടുകളഞ്ഞാൽ മഗ്നീഷ്യത്തെ സംബന്ധിച്ച് 2 8 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മഗ്നീഷ്യം സാധാരണ രീതിയിൽ ഈ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഒരു 6 ഇലക്ട്രോണിനെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ 6 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ചെയ്തു കഴിഞ്ഞാൽ മഗ്നീഷ്യത്തെ സംബന്ധിച്ച് സ്റ്റേബിൾ കോൺഫിഗറേഷനായ 2 8 എന്ന് പറയുന്ന ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടും. അങ്ങനെ മാഗ്നീഷ്യം സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. ഇനി ഓക്സിജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 6 ആയിട്ടാണ് തിരിയുന്നത്. ഇവിടെ ഓക്സിജന് ഇലക്ട്രോൺസിന്റെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോണിനെ കൂടി ആവശ്യമാണ്. 2 ഇലക്ട്രോൺസിനെ കൂടി ലഭിച്ചാൽ മാത്രമാണ് ഓക്സിജൻ എന്ത് ചെയ്യുള്ളൂ, സ്റ്റേബിൾ ഫോമിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ഒരു എലമെന്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ അത്
അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ത് നിർബന്ധമാണ്? 8 ഇലക്ട്രോൺസിന് നിർബന്ധമാണ്. അതാണ് ഒക്ടറ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നതും ആ ഒക്ടറ്റ് റൂളിനെ വെച്ചിട്ടാണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കെമിക്കൽ ബോണ്ടിങ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒക്ടറ്റ് റൂളിൻ്റെ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനുള്ള എലമെൻസിൻ്റെ ശ്രമത്തെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കെമിക്കൽ ബോണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ദ അട്രാക്ഷൻ ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ആറ്റംസ് ടുഗദർ ഇൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ടിങ്. ഒരു മോളിക്യൂള് രണ്ട് ആറ്റംസ് തമ്മിൽ ഒരു മോളിക്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അട്രാക്ഷൻ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. ഈ കെമിക്കൽ ബോണ്ടിങ്ങിന് ആറ്റംസ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, സ്റ്റേബിൾ ആവാൻ, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലമെന്റ്സ് കെമിക്കൽ ബോണ്ടിങ്ങിന് ശ്രമിക്കുന്നതും അതുവഴി അത് സ്റ്റേബിൾ ആവാനും ശ്രമിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോർഷനിൽ ഓർത്തിരിക്കേണ്ടത്. ഒക്ടറ്റ് റൂൾ എന്താണെന്നും കെമിക്കൽ ബോണ്ടിങ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയോ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കെമിക്കൽ ബോണ്ട് 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ കെമിക്കൽ ബോണ്ട് അയോണിക് ബോണ്ടിങ്ങും രണ്ടാമത്തേത് കോവാലന്റ് ബോണ്ടിങ്ങും. ഇതിനകത്ത് നമ്മൾ അയോണിക് ബോണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് മോളിക്യൂള് ഫോം ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് ഒന്നെങ്കിൽ അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ എലമെന്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരികയോ ചെയ്ത് ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് മോളിക്യൂള് ഫോം ചെയ്യുന്ന കെമിക്കൽ ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് അയോണിക് ബോണ്ടിങ്. ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ടാവുന്ന മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആയിരിക്കും അയോണിക് ബോണ്ടിങ്ങിൽ ഉണ്ടാവുക. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവുന്ന ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് അയോണിക് ബോണ്ടിങ്. ഈ അയോണിക് ബോണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ എടുക്കുകയാണെങ്കിൽ, എലമെന്റ് എടുക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അതായത് ഒരു ഇലക്ട്രോൺ ആണ് അതിന് വിട്ടുകൊടുക്കാൻ ഉള്ളത്, ബാക്കിയെല്ലാം അതിന്റെ സ്റ്റേബിൾ കോൺഫിഗറേഷന്റെ ഭാഗമാണ്. ഈ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്താൽ സോഡിയത്തിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അതേപോലെ നമ്മൾ ക്ലോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലോറിന്റെ ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. 287 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലോറിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ലോറിനും എന്ത് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സ്വീകരിക്കാം, അങ്ങനെ അത് സ്റ്റേബിൾ ആയി മാറും. അതിനു വേണ്ടിയിട്ട് സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കുകയും ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ സോഡിയം പ്ലസ് ആയിട്ട് മാറും. ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണ്, നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട് സോഡിയം പോസിറ്റീവായിട്ട് മാറുകയും അതിന്റെ സ്റ്റേബിളായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28ലേക്ക് മാറുകയും ചെയ്യുന്നു. ഇനി ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നുണ്ട്, ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ക്ലോറിന്റെ ചാർജ് നെഗറ്റീവായിട്ട് മാറി ക്ലോറിൻ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തുന്നു, 288 എന്ന കോൺഫിഗറേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്, അയോണിക് ബോണ്ടിങ് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള അട്രാക്ഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. ഇനി ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ഈ കോമ്പൗണ്ട് മോളിക്യൂൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഡിയം എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്തൊരു എലമെന്റ് ആയിരുന്നു, ക്ലോറിനും അതേപോലെ ചാർജ് ഇല്ലായിരുന്നു. അത് തമ്മിൽ മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ മോളിക്യൂൾ എന്തായിട്ട് മാറി, സോഡിയം NaCl എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്തതിന് സോഡിയം പ്ലസ് അയോണും Cl മൈനസ് അയോണും ആയിട്ട് മാറി. ഇനി ഈ പ്ലസ് അയോൺസ്, പോസിറ്റീവായ അയോൺസിനെ നമ്മൾ കാറ്റയോൺസ് എന്നാണ് വിളിക്കുന്നത്. പോസിറ്റീവായ അയോൺസിനെ നമ്മൾ കാറ്റയോൺസ് എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവാണ് അയോണെങ്കിൽ അത് ആനയോൺ എന്നും അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക, നെഗറ്റീവ് അയോൺ ആണെങ്കിൽ അതിനെ ആനയോൺ എന്നും പോസിറ്റീവായ അയോൺ ആണെങ്കിൽ അതിനെ കാറ്റയോൺ എന്നും അറിയപ്പെടുന്നു. നമുക്ക് ഈ 2 കാര്യങ്ങളാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇലക്ട്രോണിനെ ഡോട്ടായിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു എലമെന്റിനെ, ഇപ്പം നമ്മൾ
ഓക്സിജൻ എടുത്തു, ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണെന്ന് എഴുതി. അപ്പോൾ ഓക്സിജൻ നമ്മൾ ഇലക്ട്രോൺസിനെ ഡോട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചോ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് 6 ആണ്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ഇങ്ങനെ എഴുതാം, 2 6 എന്ന് എഴുതാം. ഈ 2 6നെ റെപ്രസെന്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ആ റെപ്രസെന്റേഷന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന്. അങ്ങനത്തെ റെപ്രസെന്റേഷന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഗിൽബർട്ട് എൻ ലൂയിസ്. ഈ പേര് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഗിൽബർട്ട് എൻ ലൂയിസ് ആണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള്. അപ്പൊ അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി ഉണ്ടാവുന്ന കെമിക്കൽ ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് അയോണിക് ബോണ്ടിങ്. അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അയോൺസ് ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന എലമെന്റ് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന എലമെന്റ് നെഗറ്റീവ് ചാർജിലേക്കും എത്തിപ്പെടുന്നു. അങ്ങനെ ഓപ്പോസിറ്റീവ് ചാർജ് അയോൺസ് ആണ് അയോണിക് ബോണ്ടിൽ ഫോം ചെയ്യുന്നതെന്നും ഓർത്തിരിക്കുക. കെമിക്കൽ ബോണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് കോവാലന്റ് ബോണ്ടിങ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു അയോണിക് ബോണ്ടിങ് ആണ്, രണ്ടാമത്തെ ടൈപ്പാണ് കോവാലന്റ് ബോണ്ടിങ്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ്, വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്താണ് എലമെന്റ്സ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ രണ്ടു പേർക്കും ഈക്വൽ ആയിട്ട് ഇലക്ട്രോൺസിനെ കിട്ടുകയും ചെയ്യും. അതിൻ്റെ സ്റ്റെബിലിറ്റി രണ്ട് എലമെന്റ്സിനും അറ്റൈൻ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഷെയറിങ് നടക്കുന്ന കോമ്പൗണ്ട്സ് എലമെന്റ്സ് അയോണിക് ബോണ്ടിങ് ആണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. കോവാലന്റ് ബോണ്ടിങ് ഒന്നുകൂടി പറയുന്നു, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. രണ്ട് എലമെന്റ്സ് തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്ന മോളിക്യൂളിന് കെമിക്കൽ ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ടിങ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ F9 ഫ്ലൂറിൻ 9 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ, അതിന്റെ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 27 എന്ന് പറയും. 27 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അതിനാവശ്യമായത് ഒരു ഇലക്ട്രോണാണ്. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിൻ സ്റ്റേബിൾ ആവുന്നതുകൊണ്ട് ഫ്ലൂറിൻ ആ ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ഫ്ലൂറിൻ മോളിക്യൂൾ എലമെന്റ് അറ്റോംസ് തമ്മിൽ ഷെയർ ചെയ്ത് ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 7 ഇലക്ട്രോൺസിന് 6 ഇലക്ട്രോൺ ഇവിടെ വരച്ചു, ഒരു ഇലക്ട്രോണിന് ഇവിടെയും ഒരു ഇലക്ട്രോൺ ഇവിടെയും കാണിച്ചാൽ ആ ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്ത് ഫ്ലൂറിൻ F2 മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഫ്ലൂറിൻ F2 മോളിക്യൂൾ ഫോം ചെയ്യുകയും തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നു. ഇവിടെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ഓക്സിജന്റെ കേസിൽ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 2 6 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആവശ്യമായത് രണ്ട് പൊസിഷനാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ആ ഇവിടെ 2 പൊസിഷൻ വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പം 2 പെയർ ഓഫ് ഇലക്ട്രോൺ 4 ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് അവർ ഒക്ടറ്റ് ഇലക്ട്രോണിനെ സ്വീകരിച്ച് O2 മോളിക്യൂള് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 പെയർ ഓർത്തിരിക്കുക, 2 പെയർ ഓഫ് ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ അല്ല, 2 പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു പെയർ ആണ് ഒരു കോവാലന്റ് ബോണ്ടിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അതേപോലെ ഇവിടെ 2 പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. ഇനി നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 7 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 2 5 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 2 3 5 ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യാം. അവിടെ 3 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് 3 പെയർ ഓഫ് ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ N2 മോളിക്യൂള് ഫോം ചെയ്യുന്നത്. N2 മോളിക്യൂള് ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഷെയർ. അത് N2 മോളിക്യൂള് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് N2 മോളിക്യൂള് സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്.
ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതുകൊണ്ട് 3 വര ബിറ്റ്വീൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് N2നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, N ട്രിപ്പിൾ ബോണ്ട്. അതിന് മുമ്പ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ F2 മോളിക്യൂളിൽ 1 ഷെയർ ഓഫ് ഇലക്ട്രോൺ ആണ് പെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം അത് സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അത് 1 പെയർ ആണ് ഫോം ചെയ്യുന്നത്. ഇനി 2 പെയർ തമ്മിൽ കോവാലന്റ് ബോണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ പോലെ 2 പെയർ ഫോം ചെയ്യുവാണെങ്കിൽ അതിനെ ഡബിൾ ബോണ്ട് എന്ന് പറയും. ഡബിൾ കോവാലന്റ് ബോണ്ടിങ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഡബിൾ ബോണ്ട് എന്ന് വിളിക്കാം. അവിടെ ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് 2 പെയർ ആണ്, 4 ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ഇനി നൈട്രജന്റെ കേസിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ നമ്പർ 3 പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് 6 ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ കോവാലന്റ് ബോണ്ടിങ്ങിൽ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒറ്റ ബോണ്ട് വരച്ചാൽ മതി. F2 മോളിക്യൂള് ഒറ്റ ബോണ്ടിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഡബിൾ ബോണ്ട് ഇതേപോലെ ഓക്സിജൻ 2 ബോണ്ടിലാണ്, 2 പെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോണ്ട് കൊടുത്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു നൈട്രജൻ N ട്രിപ്പിൾ ബോണ്ട് N ആണ് ഫോം ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് കോവാലന്റ് ബോണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓർത്തിരിക്കുക, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണ് 3 ടൈപ്പ് ബോണ്ട്. അതിനകത്ത് സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് 1 പെയർ ഓഫ് ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് 2 പെയർ ഓഫ് ഇലക്ട്രോൺ, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഓരോന്നും കോവാലന്റ് ബോണ്ടിങ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇന്നത് ഈ ബോണ്ടുകളെല്ലാം എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ട്രിപ്പിൾ ബോണ്ട് 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഇത് ചെയ്യുന്നതിനും ട്രിപ്പിൾ ബോണ്ടാണ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ അത് 3 സ്റ്റെബിലിറ്റി ബേസിൽ തിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറയാം നൈട്രജൻ ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന എലമെന്റ്. കാരണം അതിനകത്ത് 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കോവാലന്റ് ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കോവാലന്റ് ബോണ്ടിങ് 2 സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി ഹൈഡ്രജനും ക്ലോറിനും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഹൈഡ്രജന്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്, ക്ലോറിന്റെ കയ്യിൽ 7 ഇലക്ട്രോൺ ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. അങ്ങനെ 7 ഇലക്ട്രോൺ ഇവിടെ അറ്റൈൻ ചെയ്യേണ്ടത് 8 ഇലക്ട്രോൺ ആണെങ്കിൽ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെ കൂടി കിട്ടി ഇങ്ങനെ ഷെയർ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. HCl എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ ഷെയർ ചെയ്ത് 2 ഇലക്ട്രോൺസിനെ പരസ്പരം ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ സ്വീകരിച്ചാണ് HCl എന്ന് പറയുന്ന മോളിക്യൂള് ഫോം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂളിൽ കോവാലന്റ് ബോണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി CCl4 എന്ന് പറഞ്ഞാൽ കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബണിന്റെ വാലൻസി കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുന്നത് 4 ഇലക്ട്രോണാണ്. ഈ 4 ഇലക്ട്രോണിനെയും ഓരോ ക്ലോറിൻ മോളിക്യൂള്, ഇവിടെ ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അതേപോലെ 4 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് കാർബൺ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ക്ലോറിനും കാർബണിന്റെ ഓരോ ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡും ഒരു കോവാലന്റ് ബോണ്ടിങ്ങിന് എക്സാമ്പിളാണ്. HClഉം ഒരു കോവാലന്റ് ബോണ്ടിങ്ങിന് എക്സാമ്പിളാണ്. ഇനി കോവാലന്റ് ബോണ്ടിങ് മെയിനായിട്ട് ഏത് എലമെന്റ്സ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് നോൺ മെറ്റൽസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതെല്ലാം നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും അത് കോവാലന്റ് ബോണ്ടിങ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടു F2 മോളിക്യൂൾ ആണെങ്കിലും ഓക്സിജൻ മോളിക്യൂൾ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണെങ്കിലും HCl മോളിക്യൂൾ ആണെങ്കിലും എല്ലാം നോൺ മെറ്റൽസ് തമ്മിൽ ഫോം ചെയ്യുന്ന
ബോണ്ടിങ് ആണ്. ആ ബോണ്ടിങ് ആണ് ഏത്? കോവാലന്റ് ബോണ്ടിങ്. ഇത്തരം കാര്യങ്ങളാണ് കോവാലന്റ് ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് അടുത്ത ടേം നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു കോവാലന്റ് ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുവാണ്. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒരു എലമെന്റ് അതിലേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് അട്രാക്ട് ചെയ്ത് ആ പെയറിൻ്റെ കൂടുതൽ പ്രഭാവം ഈ എലമെന്റിനാണ് ഉള്ളതെങ്കിൽ ആ എലമെന്റിന് അതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഷെയറിങ്ങിലുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്ന ആ കോമ്പിനേഷനിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനെ ആ എലമെന്റിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ആ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റിയെ മെഷർ ചെയ്യുന്ന സ്കെയിലിന് പറയുന്ന പേരാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ലിനസ് പോളിംഗ്. സ്കെയിലിന് പറയുന്ന പേരാണ് ലിനസ് സ്കെയിൽ അല്ലെങ്കിൽ പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നു. ആ ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ച് ഓരോ എലമെന്റും എത്ര മെഷറാണ്, എത്രത്തോളം അതിനെ അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് ആ ഇലക്ട്രോനെഗറ്റീവ് സ്കെയിൽ വെച്ച് നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്ലൂറിൻ ആണെന്ന് പറയാം. അതിൻ്റെ വാല്യൂ 3.98 ആണ്. ഏത് ഇലക്ട്രോനെഗറ്റിവിറ്റി പല കോമ്പിനേഷൻസിലും യൂസ്ഫുൾ ആവശ്യമുള്ള കാര്യമാണ്, ഓർത്തിരിക്കുക. ഫ്ലൂറിൻ ആണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. ഒരു കോമ്പൗണ്ടിൽ ഇലക്ട്രോൺസിനെ അതിലേക്ക് വലിക്കാൻ കോമ്പിനേഷനിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ ആ എലമെന്റിലേക്ക് വലിച്ചെടുത്ത് അതിൻ്റെ മുഴുവൻ എഫക്റ്റും കിട്ടുന്നതിനും പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്നു. ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ വലിക്കാനുള്ള ആ കഴിവ്. ഇലക്ട്രോനെഗറ്റീവ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആണെന്ന് ഏതെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ ആണെന്ന് പറയാം. ഏറ്റവും ലീസ്റ്റ് ആയ ഇലക്ട്രോനെഗറ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻഷി ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ബേസ്ഡിൽ ഈ നമുക്ക് അയോണിക് ബോണ്ടാണോ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടാണോ എന്ന് പറയാൻ പറ്റും. ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ തന്നേക്കുവാണ്, രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് തന്നേക്കുവാണെങ്കിൽ അത് നമുക്ക് അയോണിക് ബോണ്ടാണോ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടാണോ എന്ന് അതിൽ വാല്യൂ നോക്കി നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ സാധാരണഗതിയിൽ ഇലക്ട്രോനെഗറ്റീവ് ഇങ്ങനെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എലമെന്റ്സിന്റെ സൈസിലുള്ള വ്യത്യാസം. ചെറിയൊരു എലമെന്റും വലിയൊരു എലമെന്റും ആണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ആ പ്രസൻസ് ഓഫ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് സ്ലൈറ്റ്ലി ഈ കോമ്പൗണ്ടിൽ ചെറിയ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജൻ കാണിക്കും, ഈ കോമ്പൗണ്ടിൽ നെഗറ്റീവ് ചാർജ് ആ മോളിക്യൂളിൽ തന്നെ നെഗറ്റീവ് ചാർജ് കാണിക്കും. അപ്പം നമുക്ക് വലിയൊരു വ്യത്യാസം ആ പോളാർ നേച്ചർ കാണാൻ സാധിക്കും കോവാലന്റ് ബോണ്ടിങ്ങിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഈ ക്ലോറിന് ഹൈഡ്രജനേക്കാളും കൂടുതൽ പവർ, കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ക്ലോറിൻ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്തെടുക്കുന്നു, കൂടുതലായിട്ട് ആ പെയറിലേക്ക് വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് ക്ലോറിന് കൂടുതലാണെന്ന് പറയുന്നത്. ഹൈഡ്രജൻ അതുകൊണ്ട് സ്ലൈറ്റ്ലി പോസിറ്റീവ് വാല്യൂയിലേക്ക് ഈ കേസിൽ വരും. ഈ കേസിൽ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രം. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിൻ ആണെന്നും ലീസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻഷി ആണെന്നും പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ലിനസ് സ്കെയിലാണ്. ഇലക്ട്രോനെഗറ്റിവിയുടെ മെഷർമെന്റ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്കെയിലാണ് ലിനസ് സ്കെയിൽ. ആ സ്കെയിലിൽ ഓരോ എലമെന്റിനും ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3.98 ഉള്ള ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായ എലമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അറിയാനുമുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നൊരു മേഖലയാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കാണാപ്പാഠം പഠിച്ചാൽ നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ പോയിന്റും എന്താണെന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായ ആൻസർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.